ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് GSFK കാണാനാണ്. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ നടക്കുന്ന GSFK. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു GSFK ഇവിടെ തോന്നയ്ക്കൽ നടക്കുകയാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നീട് ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് സയൻസ് ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് പോയി നോക്കാം. ജാനുവരി 15-നാണ് തുടങ്ങിയത്. ഫെബ്രുവരി 15 വരെയാണ് എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും. കാരണം ഇതുവരെ എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ ആരും തന്നെ ഈ ഒരു GSFKയുടെ വീഡിയോ, അതിനകത്തുള്ള എക്സ്പോ കംപ്ലീറ്റ് ആയിട്ടും വിഷ്വലൈസ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്തിരി ലെങ്തിയാണ്. കാരണം ഈ GSFKയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. തോന്നയ്ക്കലുള്ള ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. ബയോ 360 ഡിഗ്രി ലൈഫ് സയൻസ് പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ള, ഇതിനകത്ത് ഒരുപാട് വലിയ ഒരു കോമ്പൗണ്ടാണ്. അതിനകത്താണ് നമ്മുടെ ഈ GSFK നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടിട്ട് പാർക്ക് ചെയ്യണം. അവിടെ നിന്ന് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ആ വാനിലാണ് നമ്മളെ പിന്നെ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന എക്സിബിഷൻ ഹാളിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം, ചിലപ്പം എല്ലാ വിഷ്വൽസും എക്സ്പോയുടെ വിഷ്വൽസ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ അത് ഫാസ്റ്റായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം ഒരുപാടുണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. സാധാരണ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 8 hours എങ്കിലും മിനിമം വേണം നമുക്കിത് കാണാനെന്ന്. പിന്നെ ചിലരൊക്കെ പറഞ്ഞു ഒന്നുമില്ല, അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനില്ല, അങ്ങനെയും പറയുന്നത് കേട്ടു. അപ്പം നമ്മൾ രണ്ട് അഭിപ്രായങ്ങളും കൂടെയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും എല്ലാം ആയിരുന്നു. ഇപ്പോൾ ജാനുവരി 15-ന് തുടങ്ങിയെങ്കിലും അവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സ്റ്റോളുകളും എല്ലാ പവലിയനും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് പോയപ്പോഴും നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 കൂടെ ആവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ കയറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫെബ്രുവരി 3-നാണ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഫെബ്രുവരി 15 വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ടിക്കറ്റ് ചാർജ് 250 റുപ്പീസാണ് അഡൾട്ട്സിന്, അതുപോലെ ചിൽഡ്രന് 150 ആണ്. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മളടുത്ത് അവരൊന്നും പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് VR കാണാനും അതുപോലെ 3D ഷോ ഉണ്ട്, വാറിൻ്റെ 3D ഷോ, അതെല്ലാം കാണാനായിട്ട് 50 റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെ ടോട്ടൽ 100 റുപ്പീസ് പേ ചെയ്താൽ നമുക്ക് അതും കൂടെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു കൗണ്ടറിൽ നമ്മളടുത്ത് അതൊന്നും പറഞ്ഞു തരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അകത്ത് കയറുമ്പോൾ മാത്രമാണ് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒന്നുകിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഓൺലൈനായിട്ട് GPay വഴി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓൺലൈൻ കൗണ്ടറിലാണ്. അപ്പോൾ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഓൺലൈൻ കൗണ്ടറിലാണ്. ആ കൗണ്ടറിൽ ചെന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരത് ആ ടിക്കറ്റും കൂടെ നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷനുമായിട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങനെ കേട്ടിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിനുള്ളതില്ല എന്ന് തോന്നും. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പോ ആണ് ഇത്. കാരണം സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈസ്കൂൾ കോളേജ് അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും സയൻസ് ആസ്പിരൻസ് ആയിട്ടുള്ള സയൻസിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പോ തന്നെയാണ്. നമ്മൾ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ച് നമുക്കത് കണ്ട് മനസ്സിലാക്കാനുള്ളതായിട്ട് തന്നെ ഉണ്ട്. ഒരു 8 മണിക്കൂറും പോരാതെ വരും. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ. അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇത് ബോറിംഗ് ആയിട്ട് തോന്നാം. അതിൽ കുറച്ചെണ്ണം മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് സയൻസിനോട് ഇഷ്ടമുള്ളതും പഠിക്കുന്ന കുട്ടികൾക്കും ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആണെന്നേ ഞാനിത് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇതെല്ലാം കാണാനും സാധിക്കും. നമ്മൾ ആദ്യം കയറിയത് A പവലിയനാണ്. രണ്ടാമത്തത് ഇപ്പം നമ്മൾ കയറിയിട്ടുള്ള C ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ABCD ഇങ്ങനെ എല്ലാ പവലിയനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ Aന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ Cയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം മറക്കാതെ കവർ ചെയ്താൽ മതി. അപ്പോൾ ഈ C പവലിയനിൽ വരുന്നതിന് മുന്നേ Aയിൽ നമുക്ക് ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എർത്തിൽ നിന്നും ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ മുഴുവനും നമുക്കൊരു 360 ഡിഗ്രിയിൽ ആകാശത്തിൻ്റെ വ്യൂ കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ തന്നെ വന്നിട്ട് ഒന്നുകൂടെ അത് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ള ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പവലിയനിൽ കണ്ട. ഇങ്ങനെ ഇതുപോലെ സയൻസിൻ്റെ പല ഭാഗങ്ങളുമായിട്ടാണ് പല പവലിയനിലും നമുക്ക് കാണുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്കിതുപോലെ ഹെഡ്ഫോൺ ഉണ്ട്. നമുക്ക് ആ ഹെഡ്ഫോൺ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അതിനെക്കുറിച്ചുള്ള വോയിസ് ഓവർ അതിലെപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ പവലിയനിൽ കയറിയാലും നമുക്കതും ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആൾക്കാരും അവിടെ ഉണ്ട്.
നെക്സ്റ്റ് നമ്മൾ പോയത് ജെ പവലിയനിലാണ്. നമ്മൾ ഓർഡർ ആയിട്ടൊന്നുമല്ല പോകുന്നത്, ഇറങ്ങുമ്പോൾ ഏതാണോ കാണുന്നത് അവിടെ കയറുകയാണ് ചെയ്തിട്ടുള്ളത്. തിരക്ക് കുറവും എവിടെയാണെന്ന് നോക്കിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അതിനകത്ത് തന്നെ അപ്പുറത്തെ സെക്ഷനിലോട്ട് നമ്മൾ പോയി. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു തെർമൽ ക്യാം വെച്ച് സെൻസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരു ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. അതാണ് ആ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ആ പവലിയനിൽ തന്നെ എലൈറ്റ് ബുക്സിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ബുക്സിനൊക്കെ നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു 100 റുപ്പീസിൻ്റെ ബുക്സ്, 150 റുപ്പീസിൻ്റെ ബുക്സ്, 50% ഓഫുള്ള ബുക്സ്, 250ക്ക് ബുക്സ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് നല്ല ബുക്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കെ പവലിയനിലോട്ടാണ് പോകുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും കേട്ടോ. അവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ശരിക്കും നമ്മളൊരു മൂണിൻ്റെ അടുത്തെത്തിയ പോലെ തോന്നുന്ന ഒരു പ്രതീതിയായിരുന്നു. ശരിക്കും ഒരു മൂണിനവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമുക്കവിടെ ചെല്ലുമ്പോൾ ശരിക്കും അടുത്തേക്ക് ചെല്ലുമ്പം ആ ചന്ദ്രനകത്തുള്ള ഗർത്തങ്ങളും അങ്ങനെയൊക്കെ കുഴികളും ചെറിയ അതൊക്കെ കാണുന്ന തരത്തിലായിരുന്നു അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ലൈറ്റും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലാവർക്കും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഇത് തന്നെയായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാത്തവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, പഠിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും. നമുക്ക് എപ്പോഴും അമ്പിളിമാമനെ ഒന്ന് തൊടുക, അമ്പിളിമാമനെ പിടിക്കുക എന്നൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമില്ലേ. അപ്പോൾ ആ ഒരു സംഭവം നല്ലതായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അത് നമ്മുടെ ഈ കെ പവലിയനിലാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ എൽ പവലിയനിലാണ് പോയത്. ഈ പവലിയനിൽ വാട്ടർ ഈസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളും പിന്നെ വെള്ളം കിട്ടാതിരുന്നാലുള്ള അവസ്ഥകളും വെള്ളം നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് അതിനകത്തുള്ളത്. പിന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട, കുട്ടികളായാലും മുതിർന്നവരായാലും മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, വെള്ളത്തിനെ കുറിച്ച്, വെള്ളം പൊല്യൂട്ട് ആവാതിരിക്കാനും പിന്നെ ഫ്ലഡ് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട. നമ്മളെല്ലാവരും ഇപ്പോൾ വെള്ളം ദുരുപയോഗം ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യന്മാരാരായാലും അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഉള്ള തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലുള്ള കുറേ വിഷ്വൽസ്, സയൻസിൽ നമുക്ക് പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറേ വിഷ്വൽസ് ഇതുപോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ അതിൻ്റെ കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പവലിയൻ ക്യൂവിലോട്ടാണ് പോകുന്നത്. ഇതിനകത്തും രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല ഒരു വിഷ്വലാണ് ഇതിനകത്ത് കയറിയാൽ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ചൊവ്വ ഇല്ലേ, മാസ്, അതിനകത്ത് നമ്മൾ അതിനെയാണ് കാണുന്നത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതും ഇതുപോലെ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ അതിനകത്തുള്ള കുഴികളും ഗർത്തങ്ങളും എല്ലാം കാണുന്ന രീതിയിലാണ്. ശരിക്കും ഇത് ഒറിജിനലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് അത്ഭുതമായിട്ട് തോന്നിക്കുന്ന രണ്ട് കാഴ്ചകളാണ് ഈ ചന്ദ്രനും അതുപോലെ ചൊവ്വയൊക്കെ. നെക്സ്റ്റ് ഓ പവലിയനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് ഹ്യൂമൻ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ബ്രെയിനിൻ്റെ ഒരു മോഡൽ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മനുഷ്യ മസ്തിഷ്കത്തെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഓരോ ഡിസ്പ്ലേ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നമുക്ക് ഉണ്ടാകാവുന്ന ഓരോ അസുഖങ്ങളെക്കുറിച്ചും ബ്രെയിൻ ഉണ്ടാകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ എഴുതിയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പവലിയനായിരുന്നു. പിന്നെ നമ്മുടെ ഇമോഷൻസെ കുറിച്ചൊക്കെ, ഇമോഷൻസ് നമ്മൾ ഇമോജീസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ എഴുതി അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബ്രെയിൻ ഡെത്ത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അൾഷിമേഴ്സ് ഡിസീസ്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു VR ഉണ്ട്. പക്ഷേ ഈ VR ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 50 റുപ്പീസും കൂടെ നമ്മൾ അടച്ചാലേ നമുക്കത് കാണാൻ പറ്റും. കാരണം നമ്മൾ അതിനകത്ത് കയറിയിട്ടില്ല. പിന്നെ ഇതുപോലുള്ള കുറേ ഡിസ്പ്ലേ, AI-യുടെ ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ സ്ക്രീനിനടുത്തും ഇതുപോലെ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പി പവലിയനിലോട്ടാണ് പോയത്. ഇതിനകത്ത് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ഫോട്ടോസും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മൈക്രോസ്കോപ്പിക് വ്യൂ ആയിട്ട് വെള്ളത്തിലൊക്കെ ഉള്ള ബാക്ടീരിയാസിൻ്റെ, അതുപോലെ തലയിലുള്ള പേന്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിതുപോലെ കാണാനുള്ള ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ കിട്ടുന്നുണ്ട് അവിടെ. അതുപോലെ CV രാമൻ, മേരി ക്യൂറി, ഇവരുടെയൊക്കെ ഒരു സിലിക്കോണിലുള്ള പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും ഫോട്ടോസും പേരുകളുമായിട്ട് ഇവിടെ ഓരോരുത്തരെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം.
ഇപ്പം നിങ്ങൾ കാണുന്നത് VSSC സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള കുറേ ക്രാഫ്റ്റ്സും ആൻറ്റിക് കളക്ഷൻസും എല്ലാം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതിനകത്ത് നമുക്ക് നിൽക്കുമ്പം പല ഡിസ്പ്ലേ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കാട്ടിനകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ ആ ഒരു പ്ലേസ് മാറിക്കൊണ്ടിരിക്കും. പല രാജ്യങ്ങളിലെ വിഷ്വൽസാണ് പിന്നെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ എത്തിയ പോലുള്ള ഒരു ഫീല്, അതും ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതും നല്ല രസമായിരുന്നു. അവിടെ വന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും എൻജോയ് ചെയ്ത ഒരു സംഭവമായിരുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലോട്ടുള്ള ഒരു ഇതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ മൃഗങ്ങളും എല്ലാം നമ്മൾ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ്. അപ്പം നമ്മൾ ആ ലൈനിൻ്റെ പിറകെയാണ് നിൽക്കേണ്ടത്. അപ്പം നമ്മളെ ആ സ്ക്രീനിൽ കാണും, അതിൻ്റെ കൂടെ അവിടെ വരുന്ന മൃഗങ്ങളെയും കൂടെ കാണും. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. മുതലയുടെ കൂടെയൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തോന്നും നമ്മൾ കാലേറ്റ് തട്ടുമ്പോൾ പോകുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അതേപോലെ നമുക്ക് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വലിയവരും ചെറിയവരും ഒക്കെ അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. കണ്ട ആനയൊക്കെ വന്നപ്പോൾ എല്ലാവരും കൈയൊക്കെ കൊണ്ട് തൊടാനും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. ഇവിടെ പിന്നെ ഒരു കിച്ചണൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ കിച്ചണും പിന്നെ കബോർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഡൈനിങ് ടേബിൾ എല്ലാം തല തിരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം, നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാവാത്ത രീതി ഡൈനിങ് ടേബിളും ചെയറൊക്കെ തല തിരിച്ചിട്ടിരിക്കണു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ എല്ലാം ഒന്ന് സാധാരണ ഡൈനിങ് ടേബിൾ നമ്മൾ തറയിലല്ലേ വയ്ക്കുന്നത്, ഇതെല്ലാം ചുവരിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം, ഫാന് അതുപോലെ വോളിൽ, അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ എല്ലാം വെച്ചിട്ടുള്ളത്. അടുത്തത് നല്ല രസമുള്ളൊരു കാര്യം കേട്ടോ കാണാൻ പോകുന്നത്. ഒരു 2 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് നമ്മളെ ഒരു ബെഡ്റൂമൊക്കെ കാണുന്നത് എന്നുള്ള കാഴ്ചയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. 2 വയസ്സുള്ള കുട്ടി ചെറുതായിരിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് അവൻ്റെ കാഴ്ചയിൽ എങ്ങനെയാണ് ഒരു മുറി, അതാണ് ഇതിൽ കാണുന്നത്. കണ്ടോ, വലിയ ഒരു ടേബിളും ചെയറും കട്ടിലൊക്കെ കണ്ടോ, ഇത്രയും വലുതായിട്ടാണ് ആ കുട്ടി കാണുന്നതാണ്. അതുപോലെ ഒരു ഷർട്ട് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, ആ കുട്ടി കാണുന്നത് ഇതുപോലെ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ആ വിൻഡോയുടെ വലുപ്പം കണ്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു 2 വയസ്സുകാരൻ ഒരു ബെഡ്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ കാഴ്ചകൾ എന്നാണ് പറയുന്നത്. അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും അതൊരു താല്പര്യം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു കാണാനായിട്ട്.
ഇപ്പം നിങ്ങൾ കാണുന്നതാണ് 360 ഡിഗ്രി ഉള്ള നമ്മൾ ആ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. ഞാൻ പറഞ്ഞില്ലേ പവലിയനിൽ നമ്മൾ മിസ്സാക്കിയ ഒരു കാഴ്ചയായിരുന്നു ലാസ്റ്റ് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരക്കായതുകൊണ്ടാണ് അപ്പം കാണാതിരുന്നത്. ഇത് നല്ല രസമാണ് കേട്ടോ. താഴെ ഫുൾ ഗ്ലാസ് ആണ്. അവിടെ നിന്ന് നോക്കുമ്പോഴും താഴെ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു വ്യൂ ആണ്. നമുക്ക് ഭൂമിയിൽ നിന്നും 360 ഡിഗ്രിയിൽ കാണുന്ന ഒരു ആകാശത്തിൻ്റെ വ്യൂ. അപ്പോൾ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് ആകാശത്തേക്ക് നമ്മൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഏരിയയില്ലേ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ഫുൾ വ്യൂ ആയിട്ട് ആ നക്ഷത്രങ്ങളും ആകാശം മുഴുവനായിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് അതിനകത്തേക്ക് കയറ്റി വിടില്ല, കാരണം താഴെ ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഇതാണ് അതിനകത്തോട്ട് കടത്തി വിടുന്നത്. അപ്പോൾ ഇതും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നേരത്തെ കണ്ട ഈ മൂണും മാസവും ഒക്കെ പോലെ തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ചാൾസ് ഡാർവിൻ്റെ ഷിപ്പാണ്. HMS ബീഗിൾ എന്ന ചാൾസ് ഡാർവിൻ്റെ ഷിപ്പാണ്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവരും ഈ GSFKയുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കണ്ടിട്ടുള്ള ഷിപ്പായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വലിയൊരു ഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിനകത്ത് നമുക്ക് കയറാനും അകത്ത് കയറിയിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം പറ്റും. അപ്പോൾ പണ്ട് ഈ കപ്പലിലാണ് നമ്മുടെ ചാൾസ് ഡാർവിൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് HMS ബീഗിളിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന ചാൾസ് ഡാർവിൻ്റെ ഈ HMS ബീഗിളും എല്ലാം അവിടെ ഉള്ളത്. ഫിഞ്ചസ് എന്ന് പറയുന്ന കുരുവികളും എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ആ ഒരു റൂട്ട് മുഴുവനായിട്ടും അവിടെ മാപ്പിൽ നമുക്ക് LED ലൈറ്റുകൾ കത്തിച്ചുകൊണ്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് അവിടെ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയൊരു ഷിപ്പിനകത്ത് കയറുന്ന ഒരു ഫീലാണ് അവിടെ ചെന്ന് നമുക്ക് അവിടെ കയറുമ്പോൾ കിട്ടുന്നത്. അതിന് മുകളിൽ ചെന്നാലും ആ പായ്ക്കപ്പലിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും എല്ലാം മുകളിലുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരുന്നു നമ്മുടെ HMS ബീഗിളിൻ്റെ ആ ഒരു മോഡൽ. ശരിക്കും നമ്മളൊരു ഷിപ്പിലാണെന്ന് തോന്നിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. താഴെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ വെച്ചിട്ടാണ് അതിലാണ് നമ്മൾ ഈ ഷിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ ഫ്രണ്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. പുറത്തു നിന്ന് കാണാനും ഈ ഒരു ഷിപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു സയൻസ് എക്സ്പോ നടക്കുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും കാണാൻ നമുക്ക് ഭംഗി തോന്നുന്നൊരു സംഭവമാണിത്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മളെ ദിനോസറിൻ്റെ സ്കെൽട്ടനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീമെയിലിൻ്റെ ഒറിജിനൽ സ്കള്ളാണ്. അതുപോലെ തുടയെല്ലും ആണ് ഈ കാണുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള യൂട്രസ്, കിഡ്നി, ലങ്സ്, ചെറുകുടൽ, വൻകുടൽ, ലിവർ, ബ്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോർമാലിനിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ ബോഡി പാർട്സാണ്, നമ്മൾ ഓർഗൻസാണ്, ഇൻറ്റേർണൽ ഓർഗൻസാണ്. അപ്പോൾ അതെല്ലാം ഈ അതിനെക്കുറിച്ചൊക്കെ അവർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഹോളിനകത്ത് കംപ്ലീറ്റ് ഒരുപാട് ഹെഡ്ഫോൺസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഹെഡ്ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും. അങ്ങനെ പല രാജ്യങ്ങളിലെയും പല ഭാഷകൾ അവിടേക്ക് ഉപയോഗിക്കുന്ന അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭാഷകൾ, അങ്ങനെയുള്ള ഒരുപാട് ഭാഷകളാണ് ഈ റൂമിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം എടുത്ത സമയത്ത് ചൈനയിലെ ഏതോ ഒരു ലാംഗ്വേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത ഹെഡ്ഫോണിൽ. അങ്ങനെ പലതിലും പലതായിട്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. അത് നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മൾ കേൾക്കാത്ത ടൈപ്പ് പല ഭാഷകളും ഒക്കെ ആയിട്ടാണ് അതിനകത്തുള്ളത്.
ആദ്യം തന്നെ കയറുന്ന എ പവലിയൻ്റെ ഫ്രണ്ടിലുള്ള കുറേ കമ്പികളാണത്. വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കുറേ കമ്പികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കുകയാണെങ്കിൽ അത് അതിനകത്ത് കുറേ മുത്തുകൾ പോലെ ഒരു കിലുക്കം കേൾക്കാം. അപ്പോൾ ഇത് തമ്മിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ശബ്ദം കൊണ്ട് ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഇപ്പോൾ പൊന്നു പോയത്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് ഉണ്ട്. അവിടെ ഡാൻസും കണ്ടംപററി സ്റ്റൈലുള്ള എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളൊന്ന് കയറി. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡെയിലി അവിടെ രാത്രി പ്രോഗ്രാം ഉണ്ട്. അത് കാണാനായിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ സിനിമാ താരമായിട്ടുള്ള മീര നായരുടെ ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇതുപോലെ കണ്ടംപററി സ്റ്റൈലിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. അപ്പോൾ ഇതൊക്കെയാണ് GSFKയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റും കൂടെ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ ഈ അടുത്തുള്ളവരാണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണുക. കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു സയൻസ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് കാണാതിരിക്കരുത്. അത്യാവശ്യം കാണാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള കലകൾ എന്നും രാത്രി ഇതുപോലെ പ്രോഗ്രാംസൊക്കെ അവിടെ സ്റ്റേജിലുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു. ചക്രവർത്തി ദക്ഷൻ ഭരിക്കുന്ന മെലൂഹ രാജ്യം. നൂറ്റാണ്ടുകളായി മെലൂഹൻ ജനത അവരുടെ രക്ഷകനെ തേടുകയാണ്. ഒടുവിൽ കൈലാസപർവ്വതത്തിന്റെ അടിവാരത്തിലെ ഗോത്രവർഗത്തിന്റെ തലവൻ കഴുത്തിൽ നീലവർണ്ണം പതിഞ്ഞ വിദേശിയിൽ തങ്ങളുടെ രക്ഷകനെ കണ്ടെത്തി. ശിവൻ എന്ന നീലകണ്ഠൻ. ചക്രവർത്തി ദക്ഷന്റെ മകൾ സതി. ആയോധന കലയിൽ പ്രാവീണ്യം നേടിയവർ, മികച്ച നർത്തകി, മനോഹരമായ ശരീരവടിവിനാൽ ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവതി, ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട നിർഭാഗ്യവതി, നിയമസംഹിതകളെ പാലിക്കുന്ന കുലീനയായ സ്ത്രീ സതി.